ശശി തരൂർ വിഷയത്തിൽ പുതിയ പോർമുഖം തുറന്ന് കോൺഗ്രസ്. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടവും ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ നിന്നും ശശി തരൂരിന്റെ പേര് ഒഴിവാക്കി കോൺഗ്രസ്. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നസീർ ഹുസൈൻ, രാജ ബ്രാർ എന്നിവരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് വ്യക്തമാക്കി. പാർട്ടി നിർദ്ദേശിക്കാത്ത തരൂരിനെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയോഗിച്ചതിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. പ്രതിനിധികളെ നിശ്ചയിക്കണമെന്ന് വെള്ളിയാഴ്ചയാണ് പ്രതിപക്ഷ നേതാവിനോട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടത്. വൈകിട്ടോടെ പ്രതിപക്ഷ നേതാവ് 4 പേരെ നിർദ്ദേശിച്ചതായും ജയറാം രമേശ് എക്സ് പോസ്റ്റിൽ പറയുന്നു. കോൺഗ്രസ് നിർദ്ദേശിച്ച ലിസ്റ്റിൽ തരൂരിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. അതേസമയം പ്രതിനിധി സംഘത്തിൽ തൻ്റെ പേര് ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിനോട് ശശി തരൂർ നന്ദി രേഖപ്പെടുത്തി. സർവകക്ഷി സംഘത്തെ നയിക്കാനുള്ള അവസരം ലഭിച്ചത് ബഹുമതിയായി കാണുന്നുവെന്ന് തരൂർ എക്സിലൂടെ വ്യക്തമാക്കി. അടുത്തിടെയുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗം വിശദീകരിക്കാൻ സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ദേശീയ താൽപ്പര്യം ഉയർന്നുവരികയും എൻ്റെ സേവനം അനിവാര്യമാവുകയും ചെയ്യുമ്പോൾ അതിനായി കാത്തിരിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യില്ല. ജയ് ഹിന്ദ് എന്നാണ് തരൂർ എക്സിൽ കുറിച്ചത്. വിദേശകാര്യ പാർലമെൻ്ററി സമിതിയുടെ ചെയർമാൻ, വിദേശകാര്യ വിഷയങ്ങളിലെ അഗാധമായ പ്രാവീണ്യം, UN-ൽ പരിചയമുള്ളതിനാൽ വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയത്തിൽ കൂടുതൽ വ്യക്തത വരും തുടങ്ങിയ ഘടകങ്ങളാണ് ശശി തരൂരിനെ സംഘത്തലവനായി ചുമതലയേൽപ്പിക്കാനുള്ള പ്രധാന കാരണങ്ങളെന്നാണ് സൂചന. ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും യാത്ര ചെയ്യും. മെയ് 22 മുതൽ ജൂൺ 10 വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടിയുടെ MP-മാരെ പല ഗ്രൂപ്പായി തിരിച്ചുവിടാനാണ് കേന്ദ്രത്തിൻ്റെ തീരുമാനം. ആദ്യ സംഘത്തിൻ്റെ തലവനായാണ് ശശി തരൂരിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് മേഖലകളടക്കമുള്ള 50ഓളം രാജ്യങ്ങളിലേക്കാണ് പാർലമെൻ്ററി നയതന്ത്ര സംഘം പോവുകയെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ. ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ. ഓഫർ അവൈലബിൾ അറ്റ് ഓൾ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ്. ഗ്രീൻസ്, റിഫ്രഷിംഗ് യുവർ നീഡ്സ്.